ഹായ് ഓൾ, ദിസ് ഇസ് ശീതൾ. വെൽക്കം ടു അവർ ചാനൽ. കേരള പുരസ്കാരങ്ങൾ നോക്കിയാലോ. കേന്ദ്ര സർക്കാരിൻ്റെ പത്മ പുരസ്കാര മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന അവാർഡാണ് കേരള പുരസ്കാരങ്ങൾ. എത്ര വിഭാഗങ്ങളിലാണ് കൂട്ടുകാരെ ഇത് നൽകുന്നത്? 3 വിഭാഗങ്ങളിൽ. കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ. കേരള പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് 2021 2022 മുതലാണ് ഈ പുരസ്കാരങ്ങൾ നൽകി തുടങ്ങുന്നത്. 2025 കേരള പുരസ്കാരങ്ങൾ നോക്കിയാലോ. 2025 കേരള ജ്യോതി ഡോക്ടർ MR രാഘവ വാര്യർ. അദ്ദേഹത്തിന് ഏത് മേഖലയിലാണ് കിട്ടിയിരിക്കുന്നത്? വിദ്യാഭ്യാസം. ഇനി കേരളപ്രഭ ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് നോക്കാം. കാർഷിക മേഖലയിലെ സംഭാവനകൾക്ക് PB അനീഷിനും കലാരംഗത്തെ സംഭാവനകൾക്ക് രാജശ്രീ വാര്യർക്കുമാണ് കേരളപ്രഭ ലഭിച്ചിരിക്കുന്നത്. ഇനി 2025 കേരളശ്രീ ആർക്കൊക്കെയാണ്? മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ശശികുമാർ. വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഷാഹൽ ഹസൻ മുസലിയാർക്ക്. സംരംഭകൻ എന്ന നിലയിൽ MK വിമൽ ഗോവിന്ദ്. കായിക മേഖലയിൽ നിന്ന് ആർക്കാണ് സുഹൃത്തുക്കളെ കിട്ടിയിരിക്കുന്നത്? അഭിലാഷ് ടോമിക്ക്. ഇൻഫ്ലുവൻസർ, സാമൂഹിക പ്രവർത്തക എന്ന നിലയിൽ അവർക്ക് കിട്ടിയിരിക്കുന്നത് ജിലുമോൾ മാരിയറ്റ് തോമസ്. 2025 കേരളശ്രീ ലഭിച്ച ജിലുമോൾ മാരിയറ്റ് തോമസ് ഇരു കൈകളുമില്ലാതെ വാഹനം ഓടിക്കുന്ന ആദ്യ ഏഷ്യക്കാരി എന്ന 2024 കേരള പുരസ്കാരങ്ങൾ നോക്കാം. 2024 കേരള ജ്യോതി ലഭിച്ചിരിക്കുന്നത് MK സാനു. ഇനി കേരള പ്രഭ ലഭിച്ചിരിക്കുന്നത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. കാർഷിക മേഖലയിൽ നിന്ന് കേരളപ്രഭ നേടിയത് P ഭുവനേശ്വരി. കേരളപ്രഭ 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹനായ മറ്റൊരു വ്യക്തിയാണ് ISRO ചെയർമാനായ S സോമനാഥ്. അദ്ദേഹം എത്രാമത്തെ ചെയർമാനാണ്? 10ാമത് ISRO ചെയർമാൻ. അദ്ദേഹത്തിന് ശാസ്ത്ര രംഗത്തെ മികച്ച സംഭാവനകൾക്കാണ് ഇത് ലഭിച്ചത്. ചന്ദ്രയാൻ 3 അദ്ദേഹത്തിന്റെ സംഭാവനയല്ലേ കൂട്ടുകാരെ. 2024 കേരളശ്രീ ആർക്കൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത് നോക്കാം. കലാരംഗത്ത് നിന്ന് കലാമണ്ഡലം വിമലാ മേനോൻ. ആരോഗ്യരംഗത്ത് നിന്ന് ഡോക്ടർ TK ജയകുമാർ. കലിഗ്രഫി ആരാണ്? നാരായണ ഭട്ടതിരി. ഇനി കായിക മേഖലയിൽ നിന്ന് ആരെയാണ്? സഞ്ജു സാംസൺ. സാമൂഹ്യ സേവനം, ആശാ വർക്കർ എന്നീ മേഖലയിൽ ഷൈജ ബേബി. ഇനി വ്യവസായം, വാണിജ്യം എന്നീ മേഖലയിൽ നിന്ന് VK മാൻ. 2023 കേരള പുരസ്കാരങ്ങൾ നോക്കാം. 2023 കേരള ജ്യോതി ആർക്കാണ് ലഭിച്ചത്? T പത്മനാഭൻ. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച്. ഇനി കേരള പ്രഭ ആരെയാണ് ആയിരിക്കുന്നത്? റിട്ടയേർഡ് സുപ്രീം കോടതി ജസ്റ്റിസ് M ഫാത്തിമ ബീവിക്കും. കലാരംഗത്തെ സംഭാവനകൾക്ക് സൂര്യ കൃഷ്ണമൂർത്തിക്കുമാണ്. കേരളശ്രീ ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് നോക്കാം. സാമൂഹ്യ സേവന രംഗത്ത് നിന്ന് പുനലൂർ സോമരാജൻ. ആരോഗ്യരംഗത്ത് നിന്ന് VP ഗംഗാധരൻ. ഇനി വ്യവസായം, വാണിജ്യം എന്നീ വിഭാഗങ്ങളിൽ രവി DC. സിവിൽ സർവീസ് മേഖലയിൽ നിന്ന് KM ചന്ദ്രശേഖർ. കലാരംഗത്തു നിന്ന് പണ്ഡിറ്റ് രമേശ് നാരായൺ. 2022 കേരള പുരസ്കാരങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താ സുഹൃത്തുക്കളെ? മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. അദ്ദേഹം എന്നാ മരിച്ചത്? 2024 ഡിസംബർ 25. 2022 കേരള പ്രഭ പുരസ്കാരങ്ങൾ ആർക്കൊക്കെയാണ് ലഭിച്ചത്? കലാരംഗത്തു നിന്ന് മമ്മൂട്ടി. 2022 കേരള പ്രഭ പുരസ്കാരങ്ങൾ ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് നോക്കാം. കലാരംഗത്തു നിന്ന് മമ്മൂട്ടി. കലാസാഹിത്യം എന്ന വിഭാഗങ്ങളിൽ ഓംചേരി NN പിള്ള. ഇനി സിവിൽ സർവീസ്, സാമൂഹ്യ സേവനം എന്നീ വിഭാഗങ്ങൾ ആർക്കാണ് ലഭിച്ചത്? T മാധവ മേനോൻ. 2022 കേരളശ്രീ പുരസ്കാരത്തിന് അർഹരായ ആർക്കെന്ന് നോക്കാം. സാമൂഹ്യ സേവനം, കല എന്നീ വിഭാഗങ്ങളിൽ ഗോപിനാഥ് മുതുകാട്. ഇനി വ്യവസായ മേഖലയിൽ നിന്ന് ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? കൊച്ചൗസേ ചിറ്റിലപ്പിള്ളി.
ഇനി കലാരംഗത്തു നിന്ന് കാനായി കുഞ്ഞിരാമൻ കേരളശ്രീ ലഭിച്ചിട്ടുണ്ട്. ഈ കലാരംഗത്ത് നിന്ന് വൈക്കം വിജയലക്ഷ്മി, ശാസ്ത്രരംഗത്ത് നിന്ന് MP പരമേശ്വരൻ, ശാസ്ത്രരംഗത്തു നിന്ന് സത്യഭാമ ദാസ് ബിജു എന്നിവർക്കെല്ലാമാണ് 2022 കേരളശ്രീ പുരസ്കാരത്തിന് അർഹരായവർ. ഈ വീഡിയോസ്